കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ സിറിയയിലെ സംഭവവികാസങ്ങളിലായിരുന്നു. അവിടുത്തെ ഭരണമാറ്റത്തിൻ്റെ പുറകെയായിരുന്നു ലോകമാധ്യമങ്ങളും എല്ലാവരും. എന്നാൽ അപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഗാസയുടെ വിഷയമാണ്. ഗാസയിൽ വീഴുന്ന ചോര, ഗാസയിൽ പിടഞ്ഞു വീഴുന്ന ജീവനുകൾ, ഗാസയുടെ കണ്ണീർ, ഹമാസിൻ്റെ ഭാവി, ഇതേക്കുറിച്ചെല്ലാം ഒരു തീരുമാനവുമായിട്ടില്ല. നമ്മൾ ഹിസ്ബുള്ളയുടെ പുറകെയായിരുന്നു കുറച്ചു കാലം. കാരണം ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അവിടെ എന്നാലും തുടരാക്രമണങ്ങൾ നടക്കുന്നു, ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടക്കുന്നു, അത് നമ്മൾ കാണുന്നു. പക്ഷേ ഗാസയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ ശക്തമായ ഒരു പ്രഖ്യാപനമുണ്ടായി. ഗാസയിലെ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ ആക്രമണം തുടരും. അതുകൊണ്ട് ഒരിക്കപ്രതിയില്ല ഗാസയ്ക്ക് 44,854 ഏറ്റവും അവസാനത്തെ ഡെത്ത് ടോൾ. അതിൽ ഗാസയിൽ പിടഞ്ഞു വീണ ജീവനുകൾ, അതിലൊരു 10,000 പേരെങ്കിലും ഹമാസിൻ്റെ പോരാളികളാണ് എന്ന് പറയാമെങ്കിൽ മറ്റുള്ളവർ നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. കഴിഞ്ഞ ദിവസം ദേശീയ മനുഷ്യാവകാശ ദിനമായിരുന്നു, ഡിസംബർ 10. മനുഷ്യാവകാശ ദിനത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം തീർച്ചയായും ഗാസയുടെ കണ്ണീര് തന്നെയാണ്. അവിടെ ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഈ ഒരു അവസരത്തിൽ, ഇസ്രയേൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുകയാണ്, ഇപ്പോൾ അനുകൂലമായ ഇസ്രയേലിന് കൂടി സ്വീകാര്യമായ അനുകൂലമായ ഒരു മാറ്റമാണ് തൊട്ടടുത്ത രാജ്യമായ സിറിയയിൽ സംഭവിച്ചത്. അതുപോലെ ലെബനനിൽ നിന്നും ഇങ്ങോട്ടുള്ള ആക്രമണം ഇനി കുറച്ചു കാലത്തേക്കെങ്കിലും 60 ദിവസത്തേക്കുള്ള വെടിനിർത്തലാണല്ലോ, 60 ദിവസത്തിൻ്റെ പകുതി പോലും ആയിട്ടില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഒരു ഭീഷണി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ, അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കൂടി തകർത്തുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടാനാവുമോ എന്നാണ് ഇസ്രായേൽ നോക്കുന്നത്. എന്തായിരുന്നു പ്രാഥമിക ലക്ഷ്യം? ആ ലക്ഷ്യം ഇപ്പോഴും നിറവേറ്റപ്പെട്ടിട്ടില്ല. ബന്ദികളുടെ മോചനം. 251 ബന്ദികളെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി. അതിൽ 100ഓളം ബന്ദികളുടെ മോചനം സാധ്യമായി. മറ്റ് ഒരു 50 പേരെങ്കിലും അവിടെ പല കാരണങ്ങളാൽ മരിച്ചു വീഴുകയുണ്ടായി. എന്നാൽ ഒരു 100ഓളം ബന്ദികൾ ഇപ്പോഴും അവരുടെ തടവറകളിലുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഇത്രയധികം സന്നാഹങ്ങളുണ്ടെങ്കിൽ പോലും ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരുപക്ഷെ ഒരു സ്കോർച്ച് എർത്ത് പോളിസി, പൂർണ്ണമായി തച്ച് തകർക്കുന്ന രീതിയിൽ, ഒരു പുല്ല് പോലും കിളുക്കാത്ത രീതിയിൽ ഗാസയെ കൊണ്ടെത്തിക്കുക. അതുമാത്രമല്ല, ഗാസയെ നെടുകയും കുറയുകയും ഇസ്രയേലിൻ്റെ റോഡുകൾ, അല്ലെങ്കിൽ ഇസ്രയേല് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് റോഡുകൾ നിർമ്മിക്കുകയും സോണുകൾ സൃഷ്ടിക്കുകയും അതിൻ്റെ നിയന്ത്രണം കൈവശം വെക്കുകയും ചെയ്യുമ്പോൾ ഗാസയ്ക്ക് വടക്ക് നിന്ന് തെക്കോട്ട് ഗസൻസിന്, അല്ലെങ്കിൽ അവിടുത്തെ പലസ്തീനിയൻസിന്, ഹമാസിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭാവിയിലും യാത്ര ചെയ്യാനാവാത്ത നിലയിൽ ഇസ്രയേലിൻ്റെ സൂപ്പർവിഷൻ നിലനിർത്തുന്ന ഒരു പോസ്റ്റ് വാർ ഗാസ സംവിധാനമാണ് ഇസ്രയേലിൻ്റെ മനസ്സിലെന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. ഇത് സാധ്യമാകുമോ? എന്തുകൊണ്ട് ഗാസയുടെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ആശ്വാസത്തിന് വകയില്ല? ഇതാണ് ഈ വീഡിയോയുടെ ഇതിവൃത്തം. നോക്കൂ, ഗാസയ്ക്ക് സഹായം, ഇസ്രയേലിനെതിരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള സഹായം വരേണ്ടത് എവിടെ നിന്നാണ്? പ്രധാനമായും ഇറാനിൽ നിന്നാണ്. ഇറാന് സിറിയയെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നോർക്കണം. സിറിയയ്ക്ക് ഹിസ്ബുള്ളയെ പൂർണ്ണമായി താങ്ങി നിർത്താൻ കഴിഞ്ഞില്ല എന്നോർക്കണം. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ, അതായത് ഇസ്രയേലും ലെബനനും തമ്മിൽ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി നടത്തിയ ഒരു വെടിനിർത്തലിൽ ഒരു പങ്കാളിയല്ല ഇറാൻ എന്നോർക്കണം. അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ആ പ്രദേശത്തെ ആകമാനം ഇറാനിയൻ താൽപ്പര്യങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഫോർമുലയാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത്. മധ്യസ്ഥം വഹിക്കുന്ന രാജ്യങ്ങൾ ഈജിപ്തും ഖത്തറുമൊക്കെയാണ് മധ്യസ്ഥ ശ്രമങ്ങൾ വഹിക്കുന്ന രാജ്യങ്ങൾ. ഈ മധ്യസ്ഥ ശ്രമങ്ങൾ വഹിക്കുന്ന രാജ്യങ്ങൾക്കും ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ സിറിയയിലാണ്. കുറച്ചുകൂടി വലിയ ഭൂപ്രദേശം സിറിയയാണ്, കുറച്ചുകൂടി തന്ത്രപ്രധാനമായ സ്ഥലം സിറിയയാണ്. ഏതാണ്ട് ഗാസയെയും ഹമാസിനെയും ഏതാണ്ട് പൂർണ്ണമായി മറന്ന രീതിയിലാണ്. എന്ത് പെട്ടെന്നാണ് ആളുകൾക്ക് മറവി സംഭവിക്കുന്നത് അല്ലേ? എന്ത് പെട്ടെന്നാണ് ഈ ഗാസയുടെ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു, ഇപ്പോൾ അനക്കമില്ല. ഈ ഒരു അവസരം ഇസ്രയേൽ പ്രയോജനപ്പെടുത്തി പൂർണ്ണമായി ഭാവിയിലുള്ള റെസിസ്റ്റൻസ് കൂടി അവസാനിപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. അതുമാത്രമല്ല, ഗാസയിൽ നിയന്ത്രണമുണ്ടായിരുന്ന ഹമാസും
വെസ്റ്റ് ബാങ്കിൽ നിയന്ത്രണമുള്ള അൽ-ഫത്ത അല്ലെങ്കിൽ അവരുടെ PLOയുടെ വിഭാഗമാണല്ലോ അൽ-ഫത്ത, ആ പാർട്ടി മുഹമ്മദ് അബ്ബാസിൻ്റെ അൽ-ഫത്തയും കൂടി ചേർന്നുള്ള ഒരു കമ്പൈൻഡ് ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് ഗാസയെ കൊണ്ടുപോകണം എന്ന ആഗ്രഹം പല കോണുകളിലുണ്ട്. ഇസ്രയേൽ അതിനുള്ള പച്ചക്കൊടി കാട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു മച്ച് മെലോ ഡൗൺ വെസ്റ്റ് ബാങ്ക്, അതുപോലെ മെലോ ഡൗണായ ഒരു നിർവീര്യമാക്കപ്പെട്ട ഒരു ഗാസയെയാണ് ഒരു പക്ഷേ ഇസ്രയേൽ ചെയ്യുന്നത്. അപ്പം കംപ്ലീറ്റ്ലി ഹമാസ് വിമുക്ത, ഹമാസിൻ്റെ അവസാന പോരാളിയെയും എലിമിനേറ്റ് ചെയ്തതിന് ശേഷം ഹമാസിൻ്റെ അവശേഷിപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചുകൂടി മൈൽഡർ ഫോം ഉള്ള ഫത്ത പോലെ അൽ-ഫത്ത പോലെയുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ അവരെ നിർദ്ദേശിക്കുന്ന ഒരു നേതൃത്വത്തിന് ഒരു പക്ഷേ ഗാസയിലെ ഭരണത്തിലെത്താവുന്ന ഒരു സാഹചര്യമാണ് അനൗപചാരികമായി ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതൊരു പക്ഷേ ഇസ്രയേലിനും കൂടി സ്വീകാര്യമാകും. പക്ഷേ അപ്പോഴും ലക്ഷ്യങ്ങൾ അകലെയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു. റിലീസ് ഓൾ ദി റെഫ്യൂജീസ്, അവസാന ബന്ദിയെയും നിങ്ങൾ മോചിപ്പിക്കൂ, അല്ല എങ്കിൽ സുട്ടിടുവേൻ എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അതെനിക്കറിയില്ല. പക്ഷേ പറയാതെ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവശേഷിക്കുന്ന ഹമാസ് ഉന്നത നേതൃത്വം മുഴുവൻ തന്നെ കാലയവനിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു, ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവശേഷിക്കുന്ന ഹമാസ് നേതൃത്വം ആരെ എന്ന് പോലും ഇപ്പോഴും നമുക്ക് തിരിച്ചറിയാനാവുന്നില്ല. പുറത്തുനിന്ന് യാതൊരു സഹായവും ഇപ്പോൾ നമ്മുടെ അറിവിൽ ഹമാസിന് ലഭിക്കുന്നില്ല. അവരാഭ്യന്തരമായി സമാഹരിച്ചു വെച്ച അവസാന ആയുധങ്ങൾ ഒരുപക്ഷെ ഉപയോഗിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അവസാന ഹൈഡൗട്ടിൽ ഹോൾഡപ്പ് ആയിരിക്കണം. അതുകൊണ്ട് ഹമാസിൽ നിന്നും ഇപ്പോൾ കാര്യമായ ഒരു പ്രതിരോധവും പ്രതീക്ഷിക്കുന്നില്ല. മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ് ഇസ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ഇസ്രയേൽ, അറ്റ്ലീസ്റ്റ് ടെമ്പററി. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടൊരു കാര്യം പറയട്ടെ. ഹമാസ് എന്ന് പറയുന്ന ഒരു ആശയമാണ്, ഹിസ്ബുള്ള എന്ന് പറയുന്നതും ഒരു ആശയമാണ്. ഒരു സംഘടനയാണ് എന്ന് പറയുമ്പോഴും ഒരു ആശയം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ്. ആശയത്തിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ആശയത്തിന് അടിസ്ഥാനമായ കാര്യങ്ങളിൽ പരിഹാരമുണ്ടാകണം. പലസ്തീനിയൻസിന് ഒരു സ്വയംഭരണ രാഷ്ട്രമുണ്ടാവണം, ആ ജനതയ്ക്ക് സ്വയം നിർണയാവകാശം ഉണ്ടാവണം. ആ വിഷയം പരിഹരിക്കാതെ മറ്റെന്ത് താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്താലും അത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നതിന് തുല്യമായിരിക്കും എന്ന ഒരു സത്യം, ഒരു മഹാസത്യം കൂടി നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ചുറ്റുപാടും അരങ്ങേറുമ്പോഴും ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് മധ്യപൗരസ്ത്യ പ്രദേശത്തെ രാജ്യങ്ങൾ അവരവരുടെ ടർഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. ഇറാൻ പറയുന്നു, ഞങ്ങൾക്ക് എന്തായാലും സംഭവിച്ചു, ഇനി ഞങ്ങളുടെ കാര്യം നോക്കുക, ഞങ്ങൾക്ക് ആഭ്യന്തര യുദ്ധമുണ്ടായി ഇവിടുത്തെ ഭരണകൂടം അട്ടിമറിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ ഞങ്ങൾ എല്ലാ ശക്തിയും ആഭ്യന്തരമായി സ്വാംശീകരിക്കുന്നു. സിറിയയെ സംബന്ധിച്ചിടത്തോളം ഫെയിൽഡ് സ്റ്റേറ്റായി അത് ചന്നം ഭിന്നം ചിതറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരിക്കലും ഒരു സോളിഡ് ഒരു ഫോർമേഷനിലേക്ക് സിറിയയ്ക്ക് പോകാൻ ആവില്ല. ടർക്കി വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൽ ടർക്കിഷ് താല്പര്യങ്ങളാണ് ഏറെയും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടത്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ നിശ്വാസങ്ങൾ ഉതിർക്കുന്ന ഒരു സമയമാണ്. കാരണം മല പോലെ വന്നത് എലി പോലെ പോയി. ഇറാൻ വലിയ തോതിൽ പ്രോക്സികളെയും ഇറാഖിനെയും സിറിയയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രയേലിനെ വരിഞ്ഞു മുറുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി അയഞ്ഞു പോവുകയാണ്. സിറിയയുടെ പതനം അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്രയേലിനെ ആശ്വസിക്കാം, തൽക്കാലത്തേക്കെങ്കിലും. പൂർണ്ണമായി ആശ്വസിക്കാനാവില്ല, തൽക്കാലത്തെങ്കിലും ആശ്വസിക്കാം. അമേരിക്കയ്ക്ക് വളരെ സന്തോഷം. കാരണം അമേരിക്കൻ സ്കീം ഓഫ് തിങ്സിൽ ആണ് കാര്യങ്ങൾ. ഇപ്പോൾ നടന്നത് മുഴുവൻ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ദുഃഖിതരാണ്. അവർ ഉക്രൈൻ യുദ്ധം പൂർണ്ണമായി ജയിച്ചിട്ടില്ല, അതിനൊരു പരിഹാരമായിട്ടില്ല, ഇപ്പോഴും ചതഞ്ഞ് നീങ്ങുകയാണ്. അവരുടെ ഒരു താവളം നഷ്ടപ്പെട്ടിരിക്കുന്നു. സിറിയ അവർക്ക് എക്കാലത്തും വിശ്വസിക്കാവുന്ന ഒരു ബാത്ത് പാർട്ടിയുടെ താവളമായിരുന്നു. ആ പഴയ പൊക്കിൾക്കൊടി ബന്ധം അറ്റുപോയിരിക്കുന്നു. ഇനി റഷ്യൻ സൈന്യത്തിന് സിറിയയിൽ കയറി ഇറങ്ങി മേഞ്ഞ് നടക്കാനാവില്ല. റഷ്യൻ സൈനിക താവളം ഒരുപക്ഷെ മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ ഭരണകൂടത്തെ റഷ്യക്ക് അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ പോയി എല്ലാവരും അവരവരുടെ കാര്യം സേഫാക്കി നോക്കുമ്പോൾ ആരാണ് ഗാസയുടെ കണ്ണീര് കാണുക? ഈ ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടായിട്ട് നമുക്ക് ഗാസയ്ക്ക് വേണ്ടി ഒരിറ്റ് കണ്ണീർ പൊഴിക്കാം. ഗാസയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.